സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ സുറുമ. എഴുതിയത് സോഹൻലാൽ. ഇത് 2010 വനിതയിൽ പ്രസിദ്ധീകരിച്ച കഥയാണ്. അന്നത്തെ പത്രത്തിൽ രാജൻ ബാബുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഒപ്പം ചരമവാർത്തയും. തിരൂർ കൃപാഭവനിൽ രാജൻ ബാബു 46 വയസ്സ്, നിര്യാതനായി. ഭാര്യ ജലജ, മകൾ കൃപ. മറ്റൊരു പത്രത്തിൽ വാർത്ത കൂടുതൽ വിശദമായിരുന്നു. സ്കൂൾ അധ്യാപകനും കവിയുമായിരുന്ന തിരൂർ രാജൻ ബാബു അപകടത്തിൽ മരിച്ചു. തിരൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് അപകടം സംഭവിച്ചത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്നു രാജൻ ബാബു. സീറ്റ് കിട്ടാതെ ഡോറിനരുകിൽ നിൽക്കുകയായിരുന്ന ബാബു ദേഹം കുഴഞ്ഞ് പുറത്തേക്ക് വീഴുകയായിരുന്നുവെന്ന് കണ്ടുനിന്നവർ പറയുന്നു. ശരീരമാസകലം മുറിവേറ്റ അവസ്ഥയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജാലകത്തിലൂടെ നോക്കിയാൽ ചിത കാണാം. തൻ്റെ ജീവിതം പോലെ എരിഞ്ഞടങ്ങുന്ന ചിത. ജലജ അത് നോക്കിയിരുന്നു, ശവം പോലെ. കൃപയുടെ കുപ്പിവളക്കിലുക്കം ജലജയെ ഉണർത്തി. സ്കൂളിൽ നിന്നെത്തിയ കൂട്ടുകാരിയോടൊപ്പം അച്ഛൻ്റെ മുറി പരിശോധിക്കുകയാണ് കൃപ. ആ മുറിയിൽ ആദ്യമായാണ് അവൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടുന്നത്. ഒരിക്കൽ പകുതി എഴുതിവച്ച ഒരു കവിത കാണാതെ പോയതിനു ശേഷമാണ് രാജേട്ടൻ ആ മുറിയിൽ നിന്നും ഞങ്ങളെ അകറ്റിയത്. എങ്കിലും മോളില്ലാത്ത നേരത്ത് ഞങ്ങൾ ഒരുമിച്ചുറങ്ങിയിരുന്നത് ആ മുറിയിലായിരുന്നു. കൃപയുടെ ഭാവിയെക്കുറിച്ച് രാജേട്ടന് ആശങ്കകൾ ഉണ്ടായിരുന്നില്ല. ഒറ്റ മോളല്ലേ, അവൾ വളർന്നോളും എന്നായിരുന്നു പറയാറ്. രാജേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്കും ആശങ്കകളില്ലായിരുന്നു. പക്ഷേ ഇനി കൃപയ്ക്ക് പ്രായപൂർത്തിയാകാറായി. വയസ്സ് 12 കഴിഞ്ഞു. രാജേട്ടൻ്റെ വിധവയായി ട്രഷറിയിൽ പെൻഷൻ വാങ്ങാൻ ക്യൂ നിൽക്കുന്ന സ്വന്തം രൂപം ജലജയുടെ മനസ്സിൽ തെളിഞ്ഞു. ഈശ്വര, എത്ര പെട്ടെന്നാണ് എൻ്റെ പിടിവള്ളികളെല്ലാം നീ മുറിച്ചു മാറ്റിയത്. അമ്മേ, ഇതു കണ്ടോ? കയ്യിൽ ഒരു ഡയറിയുമായി കൃപ അരികിലേക്ക് വന്നു. അച്ഛൻ്റെ കാൽപ്പെട്ടിയിൽ നിന്ന് കിട്ടിയതാ രാജേട്ടൻ്റെ ഡയറി. രാജേട്ടൻ ഡയറി എഴുതുന്നത് താൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലല്ലോ. ഡയറിയിൽ അച്ഛനൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ? ഡയറിക്കകത്തു നിന്നും 4-5 ഇൻലൻഡുകൾ കൃപ പുറത്തെടുത്തു. കത്തുകൾ. താൻ അറിയാതെ ആരാ രാജേട്ടന് കത്തുകൾ അയക്കാൻ? ആരാ അമ്മേ? സുറുമ. സുറുമ. ജലജയുടെ മനസ്സ് പിടച്ചു. നിന്റെ അച്ഛനു വന്ന കത്തുകൾ തന്നെയാണോ അത്? പിന്നല്ലാതെ എല്ലാം അച്ഛൻ്റെ സ്കൂൾ അഡ്രസ്സിലാ വന്നിരിക്കുന്നേ, അയച്ചിരിക്കുന്നത് സുറുമ. നിലത്തിരിക്കുകയായിരുന്ന ജലജ മെല്ലെ എഴുന്നേറ്റു. ഇന്നലെ ഉച്ചയ്ക്ക് രാജേട്ടൻ്റെ മരണവാർത്ത കേട്ടതിൽ പിന്നെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. കുടിച്ചാലും ഇറങ്ങില്ല. അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞി എടുക്കട്ടെ? വേണ്ട. താൻ ഇപ്പോൾ വീഴുമെന്ന് ജലജയ്ക്ക് തോന്നി. അത്രയ്ക്കുണ്ട് ക്ഷീണം. വീഴാതെ ചുവരിൽ പിടിച്ചു നിന്നു. നീ ആ കത്തിങ്ങുതാ. കത്തുകൾ നൽകിയിട്ട് കൂട്ടുകാരിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ കൃപ പോയി. പാവം കുട്ടി. കരച്ചിലടക്കാൻ എൻ്റെ മോൾ നന്നേ പാടുപെടുന്നുണ്ട്. അരികിൽ പിടിച്ചിരുത്തി മാറോടു ചേർത്ത് അവളെ ആശ്വസിപ്പിക്കേണ്ട സമയമാണ്. പക്ഷേ അനങ്ങാനാകുന്നില്ല. രാജേട്ടൻ അവശേഷിപ്പിച്ച ശൂന്യതയിലായിരുന്നു മനസ്സും ശരീരവും ഇത്രയും നേരം. ആ ശൂന്യതയിൽ ഇടിമിന്നലും പേമാരിയുമായി സുറുമയുടെ കത്ത്. സമാന ഹൃദയ. ആ അഭിസംബോധന ജലജയുടെ ഉള്ളുലച്ചു. കൊച്ചുകുട്ടിയുടെ കൈയക്ഷരമായിരുന്നു സുറുമയുടേത്. വടിവൊത്ത ആ അക്ഷരങ്ങളിൽ പ്രണയത്തിൻ്റെ വസന്തകാലം വിടർന്നു നിന്നിരുന്നു. വേനൽക്കാലത്തിനപ്പുറം ഒരു വസന്തത്തിനായി കാത്തിരിക്കുകയായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ. മഞ്ഞിൻ്റെ വിശുദ്ധിയുള്ള നിന്റെ സ്നേഹത്തിൻ്റെ പൂമരച്ചോട്ടിൽ ഇന്നിതാ ആ സ്വപ്നങ്ങൾ നൃത്തമാടുന്നു. കൈക്കുടന്നയിൽ കോരിയെടുത്ത കിനാക്കൾ കൊണ്ട് മുഖം കഴുകി, കവിത കൊണ്ട് കണ്ണെഴുതി, പ്രണയപ്പനിനീർപ്പൂവ് കൊണ്ട് അധരം ചുവപ്പിച്ച്, മിഴികളിൽ പ്രതീക്ഷയുടെ കിടാവിളക്കുമായി ഞാൻ കാത്തിരിക്കുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ കാവൽക്കാരിയാവാൻ, നീ ഉറങ്ങുമ്പോഴും നിന്റെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്ന കാവൽക്കാരിയാവാൻ. സ്വന്തം സുറുമ. ഇങ്ങനെയൊക്കെ എഴുതാൻ എന്ത് ആത്മബന്ധമാണ് ഈ കുട്ടിക്ക് രാജേട്ടനോടുണ്ടായിരുന്നത്? ഈ കത്തുകൾക്ക് രാജേട്ടൻ മറുപടി അയച്ചിട്ടുണ്ടാകുമോ? ജലജ അടുത്ത കത്ത് തുറന്നു. സമാന ഹൃദയ. നിന്റെ വാക്കുകൾക്കും എൻ്റെ ഹൃദയമിടിപ്പിനും ഒരേ താളം.
എൻ്റെ ഹൃദയവും നിന്റെ സ്നേഹവും തമ്മിൽ ഞാൻ പോലും അറിയാത്ത ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. എഴുതുമ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കുന്നു. എനിക്ക് വേണ്ടി ഒരു കവിത എഴുതാമോ? ജീവിതം തീരുമാനിക്കപ്പെട്ടവരുടെ പ്രണയത്തെക്കുറിച്ച്. സ്വന്തം സുറുമ. രാജേട്ടൻ ആ കവിത എഴുതിയിട്ടുണ്ടാവുമോ? കല്യാണം കഴിഞ്ഞ സമയത്ത് കവിത എഴുതിയാൽ ആദ്യം വായിച്ചു കേൾപ്പിക്കുന്നത് എന്നെയായിരുന്നു. കൃപ വന്നതിൽ പിന്നെ ഞാനും അതിനത്ര ശ്രദ്ധ കൊടുത്തില്ല. ക്രമേണ ആ പതിവ് നിന്നു. കവിതയെയും സാഹിത്യത്തെയും കുറിച്ച് രാജേട്ടൻ എന്നോടൊന്നും സംസാരിക്കാതെയായി. അപ്പോഴാവാം സുറുമയെന്ന തൂലികാ സുഹൃത്ത് കടന്നു വന്നത്. വെറുമൊരു തൂലികാ സുഹൃത്ത് മാത്രമായിരിക്കുമോ അവൾ? ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവായിരുന്നു രാജേട്ടൻ. ഞാൻ എങ്ങനെ വിശ്വസിച്ചിരുന്നു? രാജേട്ടനും കൃപയുമല്ലാതെ എനിക്ക് വേറൊരു ലോകമില്ലായിരുന്നു. രാജേട്ടൻ എന്നെ അത്രയേറെ സ്നേഹിച്ചിരുന്നു, ഞാൻ രാജേട്ടനെയും. ഇതിലും നല്ലൊരച്ഛനെ സ്വപ്നത്തിൽ കൂടി കാണാൻ കിട്ടില്ലെന്ന് കൃപയും പറയാറുണ്ട്. ആ രാജേട്ടന്റെ മനസ്സിൽ ഞങ്ങൾ കാണാത്ത ഒരിടമുണ്ടായിരുന്നു. ചിതയിൽ ചാരം പറക്കുന്നു. ജീവിതം തീരുമാനിക്കപ്പെട്ടവരുടെ പ്രണയം. ആ കുട്ടി എന്തേ അങ്ങനെ എഴുതാൻ? രാജേട്ടന് അവളോട് പ്രണയമുണ്ടായിരുന്നിരിക്കുമോ? മുഖത്തും മുലകളിലും അടിവയറ്റിലും ഇഴഞ്ഞിറങ്ങുന്ന സർപ്പങ്ങൾ. ഷവർ ഓഫ് ചെയ്തു. നഗ്നയായി ഷവറിനു താഴെയിരുന്നു. കരച്ചിൽ വരുന്നു. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വീണ്ടും ഷവർ ഓൺ ചെയ്തു. ജലപ്രവാഹം കണ്ണീർ തുള്ളികളെ വിഴുങ്ങി. എന്നെ അറിയാതെ, എൻ്റെ വേദനകൾ അറിയാതെ എനിക്ക് ചുറ്റും ലോകം പ്രവഹിച്ചു. രാജേട്ടൻ മരിച്ചിട്ട് 12 കഴിഞ്ഞു. അന്ന് രാത്രി കൃപ അച്ചമ്മയുടെ വീട്ടിലായിരുന്നു. കൃപ കാണാതെ ഒളിച്ചു വച്ചിരിക്കുകയായിരുന്ന സുറുമയുടെ കത്തുകൾ ഞാൻ വീണ്ടും പുറത്തെടുത്തു. ഇടയ്ക്കെപ്പോഴോ അച്ഛനു വന്ന ആ കത്തുകളെക്കുറിച്ച് അവൾ ചോദിച്ചപ്പോൾ താൻ മനഃപൂർവ്വം ഒഴിഞ്ഞുമാറുകയായിരുന്നു. കളങ്കപ്പെടാതിരിക്കട്ടെ അവളുടെ മനസ്സിലെ പിതൃസ്മരണകൾ. സുറുമയുടെ ഒരു കത്ത് ഞാനിപ്പോഴും വായിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇതായിരിക്കാം രാജേട്ടനു ലഭിച്ച ഏറ്റവും അവസാനത്തെ കത്ത്. നീയും ഞാനും ആരുടെ സ്വപ്നമാണാവോ? ആരുടേതാണെങ്കിലും ഉണരാതിരിക്കട്ടെ ആ ആൾ. ഒരു മുക്കുവനെ പോലെ നീ എൻ്റെ മനസ്സിൻ്റെ ഉൾക്കടലിൽ വലവീശിയിരിക്കുന്നു. മോഹിക്കപ്പെട്ട മത്സ്യങ്ങൾ പോലെ ഇന്ന് വാക്കുകൾ നിന്നിലേക്ക് വന്നണയുകയാണ്. ടി.പി. രാജീവിൻ്റെയും മാധവിക്കുട്ടിയുടെയും ഈ ഉദ്ധരണികൾ മാത്രമായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. എന്തിനെന്നറിയാതെ ഞാൻ നിരാശയായി. സുറുമ ഇപ്പോൾ എവിടെയുണ്ടാവും? അവൾ അറിഞ്ഞിട്ടുണ്ടാവുമോ രാജേട്ടൻ്റെ വിയോഗം? അവൾ ഇപ്പോഴും കത്തുകൾ അയക്കുന്നുണ്ടാവുമോ? സുറുമയുടെ കത്തുകളിലൊന്നും പൂർണ്ണമായ ഫ്രം അഡ്രസ് എഴുതിയിരുന്നില്ല. സുറുമ തിരുവനന്തപുരം അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്നു കാലത്ത് രാജേട്ടൻ്റെ സ്കൂളിലേക്ക് പോയി. ചില പേപ്പറുകളിൽ ഒപ്പിടാനുണ്ടെന്ന് ഹെഡ്മാസ്റ്റർ അറിയിച്ചിരുന്നു. ആദ്യം അന്വേഷിച്ചത് രാജേട്ടന് കത്തുകളുണ്ടോ എന്നാണ്. ആനുകാലികങ്ങളും ചില ലിറ്റിൽ മാസികകളുമല്ലാതെ സുറുമയുടെ കത്ത് അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. PF-ൻ്റെയും പെൻഷൻ്റെയും പേപ്പറുകൾ ഒപ്പിട്ടു കൊടുത്തിട്ട് എഴുന്നേറ്റപ്പോൾ ഹെഡ്മാസ്റ്റർ ചോദിച്ചു, ഞാനിപ്പോഴാ രാജൻ സാറിൻ്റെ സാലറി ഡീറ്റെയിൽസ് നോക്കുന്നേ. എല്ലാ മാസവും സാലറിയിൽ നിന്ന് കുറച്ചു തുക സാറ് തിരുവനന്തപുരത്തേക്ക് അയച്ചിരുന്നല്ലോ. അവിടെ ആരാ ഉള്ളേ? ജലജയുടെ തല കറങ്ങി. എഴുന്നേറ്റ കസേരയിൽ തന്നെ അവൾ തിരിച്ചിരുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു അക്കൗണ്ട് നമ്പർ മാത്രമേ ഉള്ളൂ, ഹെഡ്മാസ്റ്റർ പറഞ്ഞു. ബാങ്കിൽ ചെന്നാൽ മേൽവിലാസം കിട്ടും. ആ മേൽവിലാസം സുറുമയുടേതായിരുന്നു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കെന്നും പറഞ്ഞ് എല്ലാ മാസവും രാജേട്ടൻ തിരുവനന്തപുരത്തേക്ക് പോകാറുണ്ടായിരുന്നത് സുറുമയെ കാണാനായിരിക്കുമോ? സുറുമ സുന്ദരിയായിരിക്കുമോ? രാജേട്ടൻ അവളെ ചുംബിച്ചിട്ടുണ്ടാകുമോ? ടിക്കറ്റ് ടിക്കറ്റ്. കണ്ടക്ടർ ശബ്ദമുയർത്തിയപ്പോൾ ജലജ ചിന്തകളിൽ നിന്നുണർന്നു. ഒരു തിരുവനന്തപുരത്തെത്തിയപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. പ്രീപെയ്ഡ് ഓട്ടോറിക്ഷയിൽ അമ്പലമുക്കിൽ ചെന്നിറങ്ങി. വെയിലിൽ നടന്നു. എന്തിനാണ് താൻ സുറുമയെ കാണുന്നതെന്ന് പലവട്ടം സ്വയം ചോദിച്ചു. രാജേട്ടന് പ്രിയം തോന്നിയ പെണ്ണല്ലേ? ഒരു വേള എന്നെക്കാളേറെ. സുറുമ സമ്മതിക്കുമെങ്കിൽ രാജേട്ടൻ അവൾക്കയച്ച കത്തുകൾ കാണണം. രാജേട്ടൻ ഒരിക്കൽ പോലും തനിക്ക് കത്തെഴുതിയിട്ടില്ലല്ലോ എന്ന് ജലജ ഓർത്തു. സുറുമയുടെ വിലാസം ജലജയെ കൊണ്ടുചെന്നു നിർത്തിയത് വൻമരങ്ങൾക്കിടയിലെ ഒരു ബംഗ്ലാവിലാണ്.
അതിൻ്റെ ചുവരിൽ സ്നേഹം എന്നെഴുതിയിരുന്നു. വലിയ വട്ടത്തിൽ പൊട്ടുതൊട്ട ഒരു മധ്യവയസ്കയാണ് വാതിൽ തുറന്നത്. രാജൻ ബാബുവിൻ്റെ ഭാര്യയെന്ന് സ്വയം പരിചയപ്പെടുത്തിയപ്പോൾ അവർ സ്നേഹത്തോടെ എന്നെ അകത്തേക്കു ക്ഷണിച്ചു. നീണ്ട ഇടനാഴിയിലൂടെ അവർ എന്നെ നടത്തി. ലഞ്ച് ടൈമാണ്. റൂമിലിപ്പോൾ സുറുമ മാത്രമേ കാണൂ. ബാബുവിന് സുഖമാണോ? മറുപടി പറയാതെ കണ്ണുകൾ താഴ്ത്തി നടന്നു. എന്നെ ഒന്ന് നോക്കിയിട്ട് പിന്നൊന്നും പറയാതെ അവർ റൂമിനകത്തേക്ക് കടന്നു. സുറുമ, ഇതാരാന്നറിയോ? സുറുമ, വീൽ ബെഡിൽ കമിഴ്ന്നു കിടക്കുന്ന രൂപം. രാജൻ ബാബുവിൻ്റെ ഭാര്യയാണ്. സുറുമ എന്നെ നോക്കി പുഞ്ചിരിച്ചു. സുന്ദരമായ മുഖം, പക്ഷേ ഉടൽ. സുറുമയെക്കുറിച്ച് ബാബു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. 5-ാമത്തെ വയസ്സിൽ പോളിയോ വന്നതാണ്. അതിനുശേഷം മുഖത്തിനു മാത്രമേ വളർച്ചയുള്ളൂ. ഇപ്പോൾ 29 വയസ്സായി. പക്ഷേ ശരീരം നോക്കൂ, 5 വയസ്സുകാരിയുടേത്. ചൂണ്ടുവിരലിനു മാത്രമേ ചലനശേഷിയുള്ളൂ. എങ്കിലും വിരലുകൾക്കിടയിൽ പേന പിടിച്ച് ഇവൾ കവിതകളും കഥകളുമൊക്കെ എഴുതാറുണ്ട്. മധുരമായി പാടും. ഒരു പാട്ട് പാടൂ സുറുമ. ചെറിയ നാണത്തോടെ സുറുമ ചിരിച്ചു. പിന്നെ പാടാം. സുറുമയുടെ കിടക്കവിരി മാറ്റി വിരിച്ചുകൊണ്ട് അവർ തുടർന്നു. പരസഹായമില്ലാതെ ഇവൾക്കാകെ ചെയ്യാനാകുന്നത് എഴുത്തും വായനയും പാട്ടുപാടലുമാണ്. ഇങ്ങനെ കമിഴ്ന്നു കിടന്ന് പാത്രത്തിൽ മുഖം ചേർത്ത് കഞ്ഞി കുടിക്കും. ആദ്യമൊക്കെ ഇവളുടെ ചെലവുകാശ് വീട്ടുകാർ അയച്ചിരുന്നു. ആ വരവ് നിന്നപ്പോഴാണ് രാജൻ ബാബു സ്പോൺസറായത്. രാജേട്ടനോടുള്ള സ്നേഹം എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു. രാജേട്ടൻ എങ്ങനെയാ ഇവിടെ വന്നെത്തിയത്? ഒരിക്കൽ സ്കൂൾ കുട്ടികളെയും കൂട്ടി വന്നതാ. കുട്ടികൾ കാണേണ്ടത് ബീച്ചും മ്യൂസിയവും നക്ഷത്ര ബംഗ്ലാവും ഒന്നുമല്ല, ജീവിതത്തിൻ്റെ ഇത്തരം അവസ്ഥകളാണെന്ന് അന്ന് രാജൻ ബാബു പറഞ്ഞത് ഓർക്കുന്നു. രാജേട്ടനു ചുറ്റും അന്ന് കൂടി നിന്ന കുട്ടികളിൽ ഒരാളായി ഞാൻ നിന്നു. തിരിഞ്ഞു നടക്കുമ്പോൾ ഡൈനിങ് ഹാളിൽ നിന്ന് വീൽ ചെയറുകളിൽ വരുന്ന വികലാംഗരുടെ നീണ്ട നിര ഇടനാഴിയിൽ കണ്ടു. എന്നെ സുറുമയുടെ അടുത്ത് കൊണ്ടുപോയത് സ്നേഹസദനത്തിൻ്റെ സൂപ്രണ്ടാണ്. പേര് ഇന്ദുലേഖ. രാജേട്ടൻ്റെ മരണവാർത്ത കേട്ട് അവർ ഏറെ നേരം നിശബ്ദയായിരുന്നു. സുറുമയുടെ സ്പോൺസർഷിപ്പ് എൻ്റെ പേരിലേക്ക് മാറ്റിയെങ്കിലും രാജേട്ടൻ്റെ മരണവാർത്ത അവളെ അറിയിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. സുറുമയുടെ മനസ്സിൽ രാജേട്ടൻ ജീവിച്ചിരിക്കട്ടെ. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.